ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരാളെങ്ങനെ നല്ല മൂഡിലാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഇഡിയംസ് ഉപയോഗിച്ച് പറയാമെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ന് കാലത്ത് ഞാൻ ബോസിൻ്റെ ക്യാബിനിൽ പോയിരുന്നു. അപ്പോൾ പുള്ളി നല്ല മൂഡിലായിരുന്നുകൊണ്ട് ഇന്നലത്തെ വർക്കിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറയാൻ പറ്റി. അതൊരു എക്സാമ്പിൾ. നല്ല മൂഡിൽ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ ഗുഡ് മൂഡ് എന്ന് പറയാം. ഹി വാസ് ഇൻ എ ഗുഡ് മൂഡ് എന്ന് പറയാം. പക്ഷെ അത് റീപ്ലേസ് ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലും ഇഡിയംസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻ ഗുഡ് സ്പിരിറ്റ്സ് എന്ന് പറയാം. ഇൻ ഗുഡ് സ്പിരിറ്റ്സ്. ആക്ച്വലി ഇത് ടു ബി ഇൻ ഗുഡ് സ്പിരിറ്റ്സ് എന്നാണ്. അപ്പോൾ നമ്മൾ സെൻറ്റൻസ് യൂസ് ചെയ്യുമ്പോൾ സോ മൈ ബോസ് വാസ് ഇൻ ഗുഡ് സ്പിരിറ്റ്സ് യെസ്റ്റർഡേ സോ ഐ കുഡ് ടോക്ക് ലോട്ട് അബൌട്ട് മൈ വർക്ക് ആൻഡ് മൈ ഫ്ലോസ് ഇൻ മൈ വർക്ക്. അത് ഒരു എക്സാമ്പിളാണ്. സോ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ I came to see my father today. So as he was in good spirits, he gave me some money that I asked him for a upcoming trip. സ്കൂളിൽ എന്താ പറയുക, ട്രിപ്പൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ട്രിപ്സൊക്കെ വരുമ്പോൾ നമ്മൾ പൈസ ചോദിക്കില്ലേ നമ്മുടെ അച്ഛന്മാരുടെ അടുത്ത്. അപ്പോൾ അത് ഗുഡ്, ആൾ നല്ലൊരു മൂഡിലായതുകൊണ്ട് നമുക്ക് അത് ചോദിക്കാൻ പറ്റി എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ ഇത് ക്ലിയറായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. ബൈ.